ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല കട്ടി തൈരിൻ്റെ റെസിപ്പിയാണ്. പാക്കറ്റ് പാൽ, അതായത് മിൽമ പാൽ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ കട്ടി തൈര് വീട്ടിലുണ്ടാക്കി എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല കട്ടിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള തൈര്, നമ്മുടെ സ്റ്റോർ ബോട്ട് തൈര് പോലെയുള്ള, അതായത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ കട്ടി തൈര് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീരും വരയ്ക്കും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ തൈര് ഉണ്ടാക്കാനായിട്ട് മിൽമ പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് മിൽമ പാൽ എടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ പാക്കറ്റ്സ്, ഇതാണ് ഞാൻ യൂഷ്വലി തൈര് ഉണ്ടാക്കാനായിട്ട് എടുക്കാറുള്ളത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഗ്രീൻ കളർ മിൽമ പാക്കറ്റ്സും കിട്ടാറുണ്ട്, അതെടുത്താലും മതി കേട്ടോ. ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിം ഒന്നും കത്തിച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് 2 കവർ പാലും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 കവർ പാലെന്ന് പറയുമ്പോൾ ഏകദേശം 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി. സോസ് പാനിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ പാക്കറ്റ് പാൽ പൊട്ടിച്ച് ചേർത്തിട്ട് ആ പാക്കറ്റ് പാലിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. പാൽ വെറുതെ പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പം ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പാല് തിളച്ച് പൊങ്ങി വരാതെ നമ്മൾ ഇളക്കി തന്നെ പാല് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് മാത്രമല്ല, പാക്കറ്റ് പാലായതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലൊന്ന് തിളച്ച് പൊങ്ങി വന്നിരുന്നാലും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൂടെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് മാറിക്കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ പാലൊക്കെ നല്ലപോലെ തിളച്ച് ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പാല് ഇനിയിപ്പോൾ തൈര് ഉണ്ടാക്കാനായിട്ട് ഒരു ഇളം ചൂട് പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മേളിൽ ആ പാടയൊന്ന് കെട്ടി വരാൻ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ പാല് തണുക്കാൻ വെക്കുമ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ മേളിൽ ആ പാടയൊന്ന് ചൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളം ചൂടായിട്ട് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും തൈര് സെറ്റ് ചെയ്യാറുള്ളത് മൺപാത്രത്തിൽ തന്നെയാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന തൈര് നല്ല കട്ടിയുള്ളത് തന്നെ ആയിരിക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നും ആ തൈരിൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ടത് മൺപാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് പാത്രത്തിലൊക്കെ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇളം ചൂടോട് കൂടിയുള്ള പാല് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാച്ചി റെഡിയാക്കി വെച്ചിരിക്കുന്ന നല്ല ഇളം ചൂടുള്ള പാല് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മൺപാത്രത്തിന് അടപ്പ് വെച്ച് മൂടി ഒട്ടും തന്നെ അനക്കാതെ ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. ഒരു 8 മണിക്കൂറോളം എടുക്കും കേട്ടോ നമുക്ക് തൈരൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ. അപ്പം ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മറ്റേ പാത്രത്തിലോട്ടും ഇതുപോലെ തന്നെ തൈരൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഒരു 8 മണിക്കൂർ നമ്മൾ ഇങ്ങനെയും മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈര് ചേർത്തിട്ട് പാലും ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇളം ചൂട് പാലായിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ നെക്സ്റ്റ് ഡേ രാത്രിയിലാണ് തൈര് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. നെക്സ്റ്റ് ഡേ ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയായിട്ട് നമ്മുടെ തൈരൊക്കെ സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി നമുക്ക് നല്ല കട്ടി തൈര് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. അതുവരയ്ക്കും താങ്ക് യു, ബൈ.